ഉണ്ട്. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുസാറ്റ് ടെക് ഫെസ്റ്റ് ദുരന്തം ശരിയാണ്. കഴിഞ്ഞ വർഷം ഏറ്റവും വലിയ രീതിയിൽ ഒരു ആളുകൾ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ, ഒരു നല്ലൊരു ആഘോഷ രാവിലാണ് ഇത്തരത്തിലൊരു ദുരന്തമുണ്ടായത്. 4 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടതും. ഈ സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണം വലിയ രീതിയിലൊന്നും പുരോഗമിച്ചിട്ടില്ല. ഈ പോലീസ് അന്വേഷണം, അതുപോലെ തന്നെ സർവകലാശാല നിയോഗിച്ച അന്വേഷണ സംഘ വിദഗ്ധ സമിതിയുടെ അന്വേഷണം, അങ്ങനെ പല ഘട്ടങ്ങളിലായി പല വകുപ്പുകളിലായി 4 അന്വേഷണങ്ങളാണ് നടന്നത്. പക്ഷേ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പാളിനെ അവിടെ നിന്ന് മാറ്റി എന്നതല്ലാതെ മറ്റൊന്നും തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. മാത്രവുമല്ല, ആ തിയേറ്റർ അശാസ്ത്രീയമായൊരു നിർമ്മാണമാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ അപകടത്തിന് ആക്കം കൂട്ടിയതെന്നുള്ള റിപ്പോർട്ട് ടെക്നിക്കൽ കമ്മിറ്റി നൽകിയിരുന്നു. പക്ഷേ അത് എത്രയും വേഗത്തിൽ അതിൻ്റെ ഒരു സ്ട്രക്ചർ മാറ്റി വേണം എന്നൊക്കെയുള്ള ഒരു ആവശ്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ഇന്ന് വരെയും ഒരു വർഷത്തിലിപ്പുറവും അതിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അത് അങ്ങനെ തന്നെ അടഞ്ഞു കിടക്കുകയാണ്. അതുവഴിയുള്ള ഗതാഗതം പോലും അടച്ചുകെട്ടി നിരോധിച്ചു. അതങ്ങനെ ഒരു ദുരന്ത സ്മാരകമായി നിലനിർത്തിയിരിക്കുന്നു എന്നുള്ളതൊരു കാഴ്ചയാണ് അവിടെ നിന്നും നമുക്ക് കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ കൊച്ചിയെ സംബന്ധിച്ച് കുടിവെള്ള പ്രശ്നം എന്നതിനപ്പുറത്തേക്ക് ഇന്നത്തെ പ്രതിഷേധം പ്രധാനമായും കുടിവെള്ളം സ്വകാര്യവൽക്കരിക്കുക എന്നൊരു നയത്തിനെതിരായ ഒരു രാഷ്ട്രീയപരമായ പ്രതിഷേധമാണ്. ഇന്ന് AIYFന്റെ നേതൃത്വത്തിലാണ് ഇന്ന് പ്രതിഷേധം നടക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ CPM LDF ഭരിക്കുന്ന ആണ് കോർപ്പറേഷൻ. പക്ഷേ എങ്കിൽ പോലും ഈ ഒരു വിഷയത്തിൽ സ്വകാര്യവൽക്കരിക്കുക എന്നൊരു കാര്യത്തിൽ CPM എതിരാണ്. അതുപോലെ തന്നെ ഇന്ന് സുഗതകുമാരി അനുസ്മരണ പരിപാടികളുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള പരിപാടികൾ കൊച്ചിയെ സംബന്ധിച്ചുണ്ട്. അത് നേരത്തെ ശരം റിപ്പോർട്ട് ചെയ്ത ഒരു കൊലപാതക വാർത്തയുമായി ബന്ധപ്പെട്ട തുടർ വാർത്തകളും നമുക്ക് പ്രതീക്ഷിക്കാം.